ഈ ഉപാസന, സേവ, മന്ത്രസിദ്ധി ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സേവ പിടിക്കുക, ഉപാസന നടത്തുക, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുവരാറുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തു പോരുന്നൊരു കാര്യമാണ് ഈ മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. ഇത് മൂന്ന് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മളൊരു മന്ത്രപുരസരം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ വെച്ച് ഒരു ദേവതയെ സ്ഥിരമായിട്ട് വീട്ടിലോ ക്ഷേത്രത്തിലോ പോയി ഉപാസിച്ചു വരിക എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. ഇത് ഗുരുപദേശം ഇല്ലാതെയുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ, സാധാരണ ലളിത സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പൂജിച്ചു പോരാവുന്നതാണ്. എന്നാൽ സേവ അതല്ല. സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരമോ അല്ലാതെയോ എവിടുന്നെങ്കിലും കിട്ടുന്ന അറിവ് വെച്ചോ പ്രത്യേക ദേവതയോ മൂർത്തിയോ ഒക്കെ നമ്മൾ മന്ത്രജപത്തോടെയും അല്ലാതെയും അവർക്ക് വേണ്ട നിവേദ്യാദി വസ്തുക്കൾ വെച്ച് സേവിച്ചെടുക്കുക എന്ന് പറയും. അതിന് സേവ പിടിക്കുക എന്ന് പറയും. മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവിൽ നിന്നും ഒരു മന്ത്രം കേട്ടതിന് ശേഷം അത് ചിട്ടയോടുകൂടി അക്ഷരലക്ഷം ഉരു എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം ഉരു ആ മന്ത്രം ജപിക്കണം. ഈ ജപകാലങ്ങളിൽ പല പരീക്ഷണ ഘട്ടങ്ങളും നമുക്ക് നേരിടേണ്ടി വരാം. ഇതൊക്കെ ഉത്തമനായ ഗുരുവിൽ നിന്നും നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ഗുരുവിൽ നിന്നും എന്താണെന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി വേണം ഈ മന്ത്രം മുന്നോട്ട് ജപിക്കുകയും അതിന് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ മന്ത്രസിദ്ധി പൂർത്തിയാകുമ്പോൾ ഗുരുവിന് അറിയാൻ പറ്റും. ആ സമയത്ത് ഇതിൻ്റെ ജപഹോമാദികൾക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സാധകനെ എഴുന്നേൽപ്പിക്കുവാണ് പതിവ്. എഴുന്നേറ്റിട്ട് ഗുരുപദേശപ്രകാരം വീണ്ടും ഇത് ജപം തുടർന്നാൽ നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല. ഈ സമയത്ത് ആണ് നമ്മൾ ഈ മന്ത്രസിദ്ധിയുടെ കാലങ്ങളിൽ വിദ്യ അഭ്യസിക്കേണ്ടത്. ഈ വിദ്യാഭ്യാസ കാലം തനി ഗുരുകുല സമ്പ്രദായത്തിൽ വേണം നമ്മൾ ആചരിച്ചു പോരാൻ. ഈ കാലഘട്ടം വ്രതശുദ്ധിയും നമുക്ക് അതോടൊപ്പം നമുക്ക് കിട്ടിയ ഈ മന്ത്രസാധന എങ്ങനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടു നടക്കാമെന്നും ഗുരുവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കണം എന്ന് പറയാൻ കാരണം എല്ലാം ഒന്നും നമുക്കിപ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നാൽ ഉടനെ പറഞ്ഞു തരാൻ ഗുരുവിന് സാധ്യമല്ല. കാരണം ഓരോന്ന് നമ്മുടെ കൂടെ ഗുരു നിന്ന് പറഞ്ഞു തരികയും നമുക്ക് ഓരോ കാര്യങ്ങളുടെ സംശയം ചോദിക്കുകയും ചെയ്യാനുള്ള അവസരം നമ്മൾ ഓരോ കർമ്മകാര്യത്തിൽ കൂടെ മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കണ്ട് ഇന്നത് എനിക്ക് വേണം എന്നാൽ ഇന്നത് നീ പഠിച്ചോ, അല്ലെങ്കിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ നിനക്ക് ഇന്നതായിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ചു കാലം നിന്ന് പഠിച്ചിറങ്ങിയാൽ ഒന്നും ഈ വിദ്യ കയ്യിൽ നിൽക്കുന്നത് അല്ല. ഇനിയും മുമ്പ് പറഞ്ഞ സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സേവയൊക്കെ നമ്മുടെ ചിട്ടകൾ ഒരു അല്പം തെറ്റിക്കഴിഞ്ഞാൽ കുടുംബം തന്നെ നശിപ്പിക്കും. കാരണം നമ്മളവരെ സേവിക്കുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു വിശ്വാസം അർപ്പിച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാക്കിൻ്റെ പുറത്താണ് അവർ നിൽക്കുന്നത്. ഈ വാക്ക് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തികൾ നമ്മളോട് കോപിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുകയും കുടുംബത്തെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ആദ്യം പറഞ്ഞ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യാറുള്ള നിലവിളക്ക് കൊളുത്തിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് വരുത്തുന്ന ഈശ്വരാധീനമാണ്. അതിന് ഈ പറയുന്നതായ ദോഷങ്ങൾ ഒന്നും ഇല്ല. ഇതിൽ അപകടം പിടിച്ചതാണ് സേവയെന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. ഈ മന്ത്രസിദ്ധി ഉള്ള ഒരു ആള് മറ്റ് ദുഷ്കർമ്മങ്ങൾക്കൊന്നും ഒരു കാരണവശാലും വഴിപ്പെടുകയില്ല. കാരണം ഈ മന്ത്രസിദ്ധി ഇവനിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ വെറും വട്ടപൂജ്യമായി മാറുന്നതാണ്. ഉദാഹരണം, നമ്മുടെ ഋഷികളൊക്കെ ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അത്രയും പവർ അവരിൽ നിന്നും നശിക്കുകയും അവരെ വീണ്ടും ആ പവർ വരുത്താൻ വേണ്ടി തപസ് അനുഷ്ഠിക്കുവാണ്. ഇതാണ് അവർക്കുള്ള ഗുണം. ഈ ഗുരുകുലം വേണമെന്ന് പറയാൻ കാരണം പല അപകടം നിറഞ്ഞ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് ഉത്തമനായ ഗുരുവിൻ്റെ കൂടെ നിന്ന് എന്താണ് അപകടമെന്ത്, അപകടമല്ലാത്തതെന്ത്, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും കർമ്മത്തോടൊപ്പം ആ കർമ്മത്തിൻ്റെ ദോഷഫലവും ഈ കർമ്മിയിൽ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഏവരോടും അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും നന്ദി.